അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവെ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുടക്കി പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം
അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതവും കൃപാവര മുന്നേറ്റവും അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഓർമ്മയുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം കൃപാവര മുന്നേറ്റവും നടക്കും. ഓർമ്മയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ കോമയിലാണ്, അയാൾക്ക് ഓർമ്മയിലെന്ന് പറയുന്ന ആ ഓർമ്മയല്ല. രണ്ട് തരം ഓർമ്മകൾ, ആത്മീയ ഓർമ്മകളുണ്ട്. രണ്ട് തരം ആത്മീയ ഓർമ്മകളുണ്ട്. ഒന്ന്, നമുക്ക് ഈശോനെക്കുറിച്ചുള്ള ഓർമ്മകൾ. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മകൾ. പക്ഷെ ഇത് ചിലപ്പോൾ രണ്ട് ഫംഗ്ഷനായി മാറും. ഇപ്പം ഈ ഉദാഹരണത്തിന് നമുക്ക് ഈശോയെക്കുറിച്ച് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എന്താണ്? പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് ഓർക്കാൻ പറ്റും. അതിൽ ഈശോ എന്താ പറഞ്ഞത്? ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ലൂക്ക 22:19. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത് വല്ലാത്ത ഒരു സംഭവമാണ്. പെസഹ രഹസ്യത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ കൃപയുടെ മഞ്ഞിലൂടെ നമ്മൾ ഒരു അഭിഷിക്തമായ ഹൃദയത്തോടെ കൃപയുടെ സ്നിഗ്ധമായ ആത്മാവോടെ നമ്മൾ ഒരു പെസഹായിലൂടെ പോവുകയാണ്. അനുഗ്രഹ കൃപയുടെ സ്നാനത്തിലൂടെ പോവുകയാണ്. വല്ലാത്ത ഓർമ്മ. പക്ഷേ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ലിറ്റർജി വളരെ ശ്രദ്ധയോടെ ഓൺ ചെയ്ത് അതിൻ്റെ ഫീല് ഓരോ പ്രാർത്ഥനകളിലെ ഓരോ കുർബാന, ഓരോ രീതിയിലുള്ള കുർബാനയില്ലേ, എല്ലാ കുർബാനയും നിനക്ക് ഹൃദ്യമാകണം. അല്ല എൻ്റെ രീതിയിൽ കൂടെ കുർബാന അർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഫീലാകത്തുള്ളൂ. പെസഹ രഹസ്യം എല്ലായിടത്തും ഒരുപോലെയാണ്. ദൈവസ്നേഹമുള്ളവൻ ഏത് കുർബാന കൂടിയാലും ആ പെസഹ രഹസ്യം സെയിം ആയതുകൊണ്ട് അവന് ആന്തരികമായ അഭിഷേകം ഉണ്ടാകും. ചിലയിടത്ത് പാട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഭക്തിയല്ലല്ലോ നമുക്ക് കർത്താവുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കുന്നത്. ഒരു ഉപകരണമാണ്. അതെന്താണ്? ഒരു മീൻസാണ്, നോട്ട് എൻഡ്. അതൊരു മീൻസാണ്, അത്രേ ഉള്ളൂ. ഭക്തിയും മറ്റു അനുഷ്ഠാന ക്രമങ്ങളെല്ലാം ഒരു മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ക്രിസ്തുവുമായിട്ടുള്ള സംയോഗമാണ് ലക്ഷ്യം. അത് സംഭവിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. ഇപ്പോൾ ഒരു അനാഡംബരമായിട്ട് കുർബാന അർപ്പിച്ചാലും കുർബാന കൂടുന്നവന് ബോധമുണ്ടെങ്കിൽ അതിന് അഭിഷേകം ഉണ്ടാകും. ഇപ്പം നമ്മുടെ അഭിഷേകം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഫാരാഫ്രനിയാലിയാസിലും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ വൈസ് അതൊക്കെ മനോഹരമായിട്ട് ചെയ്ത നല്ലതാണ്. ഏകാഗ്രതയോടെ ചെയ്യണം. ഏകാഗ്രത പോകരുത് ഒരിക്കലും. പിന്നെ ഒരു കലാരൂപമായിട്ട് തോന്നുകയും ചെയ്തു. മറിച്ച് കർത്താവ് തൻ്റെ ജീവൻ ചൊരിഞ്ഞ ദൈവത്തെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമമാണല്ലേ. ദൈവത്തെ ചെയ്യാവുന്നൊരു മാക്സിമമാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉള്ള ആണ് നമുക്കതിൻ്റെ നിന്ന് അഭിഷേകമായിട്ട് മാറുന്നത്. ഓർമ്മയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്നേഹമാണ്. ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ കൂടെയാണ് ശക്തി വരുന്നത്. ഒരു വ്യക്തിക്ക് അവനെ എംപവർ ആൻഡ് ആംഡ് ആകണം. അങ്ങനെയാണ്. അതാണ് കുർബാനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
ഇൻറ്റിമസിയൊക്കെ ഉണ്ട്, ഇൻറ്റിമസി പക്ഷേ എംപവറിങ് ആണ്. വെച്ചാൽ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് കാലാവസ്ഥയിലും അടരാടാനുള്ള പവറാണ്. ക്രിസ്തുവിനെ പോലെ അപ്പോസ്തലന്മാരെ പോലെ പിതാവിൻ്റെ ഇഷ്ടം ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ത്രില്ലാണ് കുർബാനയുടെ. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു കുർബാന കൂടി കുറേ കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു, മാളെ കെട്ടിക്കണ കാര്യം പറഞ്ഞു, ആട് ചന പിടിക്കണ കാര്യം പറഞ്ഞു. വാട്ട് നോൺ സെൻസ്. അപ്പോൾ ഇനി കാര്യം എന്താ, ഇപ്പോൾ ഇത് ഒരു കാലത്ത് നോൺ സെൻസ് അല്ലായിരുന്നു. കാര്യം നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുന്നില്ല. ഇന്നങ്ങനെയല്ല, ഇന്നെല്ലാവർക്കും ഏറെക്കുറെ എല്ലാം അറിയാം. ഒത്തിരിയേറെ ട്രെയിൻഡാണ് നമ്മൾ. അപ്പോൾ ഇനിയെങ്കിലും കുർബാനയെ ആ ഓർമ്മ ആചരിക്കുമ്പോൾ അതിൽ നിൻ്റെ ആത്മാവും അന്തരംഗവും ഉണ്ടാകണം. അത് കർത്താവിന് നമ്മൾ ഓർക്കുന്ന കാര്യമാണ്. ഇനി നമ്മളെ കർത്താവ് ഓർക്കണത് അത് വേറെ വിഷയമാണ്. ആ നമ്മളെ കർത്താവ് ഓർക്കണമെങ്കിൽ അൾത്താറയിൽ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ. അൾത്താറയിൽ അനുഷ്ഠിച്ച ദിവരഹസ്യങ്ങളെ തെരുവിൽ സാക്ഷ്യമായി ജീവിക്കണം. അത് മനുഷ്യരുടെ മുമ്പിൽ തന്നെ വേണം, അല്ല രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഓർത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേരെന്നാ, ബethനിയിലെ മറിയമല്ലേ. അവർ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഹൃദയം തടസ്സിക്കും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ അവർ ഈ നാർദൻ സുഗന്ധ തൈലം എടുത്ത് തുറന്നപ്പോൾ തന്നെ ഈ കുശുകുശിപ്പും പെറുപെറുപ്പും തോന്നിവാസവും അവളെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ പേടിയില്ലാത്തവരുണ്ടല്ല, യൂദാസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ല, അത് എക്കാലത്തും ഉണ്ടാവും. ദൈവത്തെ പേടിയില്ലാത്തവർ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. വലിയ പള്ളികളെ വെക്കുന്നതിനെക്കുറിച്ചൊക്കെ അവൻ സംസാരിക്കും. അത് പാവപ്പെട്ടവർക്ക് പെണ്ണ് വീട് വെക്കാൻ എന്നെ ചോദിക്കും. ചുമ്മാ അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് എടുത്തത് കൊണ്ടുമാണ് അവനങ്ങനെ ചോദിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇന്നുകൊണ്ട് ആൾക്കാർ ദൈവകുർബാന ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ എപ്പോഴും ഓർക്കും, ഞാൻ ഒരു പള്ളി വെച്ചിട്ടുണ്ട്, ഒരു സാധാരണ പള്ളിയാണ് വെച്ചിരിക്കണം. ഞങ്ങൾ ചെറിയ ഇടവക്കാരായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് അൾത്താറയോ ഞാൻ ഒരാളെ ഏൽപ്പിക്കണം ചെയ്തത്. കാര്യം അൾത്താരയ്ക്ക് ഒരു 10-20 ലക്ഷം 15 ലക്ഷം രൂപയെങ്കിലും വേണം. ഞാനൊരാളെ ചെന്ന് കണ്ട് സംസാരിച്ചു, എനിക്ക് അൾത്താര ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? അൾത്താര ഈശോ ഇരിക്കുന്ന സ്ഥലമാണ്. ആ കാശെടുത്ത് പെണ്ണ് കെട്ടിച്ചില്ലേ, ആ കാശെടുത്ത് പാവത്തൊക്കെ വീട് വെച്ച് കൊടുത്തില്ല, ഞാൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തതാണ്. അത് ഇല്ലാത്ത ആൾക്കാരങ്ങനെ പറയും ഒത്തിരി കാര്യങ്ങൾ. ദൈവം ആരാണെന്നും കുർബാനയിൽ ആരാണ് ഇരിക്കണത്, ആരാണ് ഉള്ളതെന്നൊക്കെ അറിയാവുന്നതിന് അങ്ങനെ സംസാരിക്കത്തില്ല. അറിയില്ലാത്തത് അങ്ങനെ സംസാരിക്കും. അവൻ ആൾക്കാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടി വലിയ സോഷ്യലിസം പറയണതാണ്. അവൻ്റെ കയ്യിൽ നിന്ന് 5 വീതം ആർക്കും കൊടുക്കുന്നത് വേറെ വിഷയം. അപ്പം അത് ഇനി കൊടുത്താൽ തന്നെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. നമ്മൾ സീസറിനുള്ളത് സീസറിന് കൊടുക്കേണ്ടതെന്നല്ല. കർത്താവിൻ്റെ ഒരു വിഷയം ദൈവത്തിനുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സീസറിന് കൊടുക്കരുത്. എന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയണമെന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞപ്പോൾ യൂദാസ് എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? ഇത് പാവത്തങ്ങൾ കൊടുക്കാൻ പാടില്ല. എന്താ നാർദൻ സുഗന്ധ തൈലമേ 300 ദിനാരക്കുള്ള ഒഴിച്ചിരിക്കണ കാലയിലേ. അപ്പോൾ 300 ദിനാര എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദിനാറ. ഈ യഹൂദിന് 300 ദിവസമേ ഉള്ളൊരു വർഷം, ബാക്കിയെല്ലാം 52 ശനിയാഴ്ച പോകും. 365 ദിവസത്തിൽ 52 ശനിയാഴ്ച പോകും. പിന്നെ കൂടാര തിരുനാൾ, വേറെ തിരുനാളെല്ലാം കൂടി ഈ 65 ദിവസവും പോകും. പിന്നെ 300 ദിവസമേ ഉള്ളൂ. ആ 300 ദിവസം പണിയെടുത്ത മൊത്തം കാശാണ് കർത്താവിൻ്റെ പാദത്തെങ്കിൽ സുഗന്ധയിലുമായിട്ട് ഉപേക്ഷിക്കുന്നത്. ജീവൻ മരിച്ച് കിട്ടിയിട്ടാണ് ആ കുടുംബത്തിൻ്റെ ജീവൻ തിരിച്ച് കിട്ടുന്നവർ അതിൻ്റെ അപ്പുറം ചെയ്യും. അപ്പോഴാണ് യൂദാസിനെ പോലെ ദൈവത്തെ അറിയാൻ പാടില്ലാതെ, കൂടാളത്തിൻ്റെ പോലെ ദൈവത്തെ അറിയാൻ പറ്റാത്ത കക്ഷിയാണ് അയാളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാം. ലക്ഷ്യം വേറെയാണെങ്കിൽ ദൈവത്തെ അറിയാൻ പറ്റത്തില്ല ഒരിക്കലും. ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ അവളെ വിഷമിപ്പിക്കാതിരിക്കുമോ. അത് കേട്ടെ, വചനം കേട്ടെ. 10:26-11. ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാനാകട്ടെ
എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായിട്ടാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം അടിപൊളി ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ ഈ സുവിശേഷം അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി, ഇവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അവളെ ദൈവം ഓർക്കണ വിധം കണ്ടില്ലേ? അതായത് നമ്മൾക്ക് ദൈവം നമ്മളെ ഓർക്കുന്ന വിഷയമുണ്ട്. അതിനെന്ത് ചെയ്യാന്നറിയാവോ? അൾത്താരയ്ക്ക് വെളിയിൽ, മനുഷ്യരുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ ഇടയിൽ, ആക്ഷേപത്തിന് നടുവിൽ കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കണം. അങ്ങനെയാണെങ്കിലുണ്ടല്ല, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഒന്നൊന്നര ഓർമ്മയായിരിക്കും. ചിലർ ഭയങ്കര കുർബാന ഭക്തന്മാരായിരിക്കും, പക്ഷെ ഒരിക്കലും കുർബാനയ്ക്ക് വെളിയിൽ കർത്താവില്ല. അവർക്ക് ജീവിതത്തിലില്ല, കുടുംബത്തിലില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇപ്പം അൾത്താരയ്ക്ക് വെളിയിൽ ഇതുപോലെയുള്ള സാക്ഷ്യപ്പെടുത്തലുകളില്ലാത്ത ജീവിതമാണെങ്കിൽ നീ അൾത്താര വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മ പോലും ഓർമ്മയായിരിക്കത്തില്ല. ഇപ്പം രണ്ട് ഓർമ്മയാണുള്ളത്. ഒന്ന് നമ്മൾ ദൈവത്തെ ഓർക്കണം, അതാണ് പരിശുദ്ധ കുർബാന. മറ്റത് ദൈവം നമ്മളെ ഓർക്കണം, അത് മനുഷ്യരുടെ മുമ്പിൽ ആക്ഷേപത്തിൻ്റെയും അപമാനത്തിനും നടുവിൽ കർത്താവിനെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. തിരുനാമത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ സാക്ഷ്യം താമസിച്ചു പോയതിന്. എൻ്റെ പേര് ജാൻസി ജോണി. ഞാൻ കർണാടകയിൽ മടിക്കേരിയിൽ സമ്പാജ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 22, 2022 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആരും പറഞ്ഞിട്ടല്ല, ഒരു രാത്രിയിൽ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് അത് പ്രകാരം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തപ്പം അച്ഛൻ്റെ ക്ലാസ്സും പിന്നെ ഒരുപാട് എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുടെ സാക്ഷ്യവും ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് ഇവിടെ വരണം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹം വന്നു. ഉടമ്പടി എടുത്തു. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ വന്ന് ഒരു യന്ത്രം പോലെ ഞാൻ നടന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ പരിശുദ്ധ അമ്മ സഹായിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു പോയി. അന്ന് മുതൽ ഇന്നോളം, ഇനി എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഈശോയെ മുറുകെ പിടിക്കും. അമ്മയോട് ഞാൻ പറയും, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാടുള്ളതുപോലെ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയി. ജപ്തി നടപടി വന്നിട്ടുണ്ടായിരുന്നു. ആ ജപ്തി നടപടിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്നിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ജപ്തിയിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലം വിറ്റു. എനിക്ക് ജപ്തിയും കടങ്ങളെല്ലാം മാറിക്കിട്ടി. പിന്നെ എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന എൻ്റെ 2 കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. ആ 2 മുട്ട് ഞാൻ കാലിന് ഉറയിട്ടുണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുട്ടിൽ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. എപ്പം മുട്ടുവേദന മാറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പള്ളിയിൽ എല്ലാവരും മുട്ടുകുത്തും. എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിഷമിക്കുമായിരുന്നു. മാതാവിനോട് ചോദിക്കും, കർത്താവിനോട് ചോദിക്കും, നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരെ
മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം വരില്ല എന്ന് നിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ മുട്ടുവേദന എപ്പോൾ മാറിക്കിട്ടിയെന്ന് എനിക്കറിയില്ല. അത്രയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. ജപ്തി നോട്ടീസ് ഒരു ദിവസം വൈകുന്നേരം 5 മണിയായപ്പം വീട്ടിൽ ജപ്തി നോട്ടീസ് വന്ന് അവർ വന്ന് ചുമരിൽ ഒട്ടിച്ചിട്ട് പോയി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ കതകിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചിട്ടുണ്ട്. വലിയൊരു രൂപം ഉള്ളിൽ പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് അതിനു മുമ്പ് എനിക്ക് നോട്ടീസ് അവർ അയച്ചിരുന്നു. പക്ഷേ ഞാൻ കൈപ്പറ്റിയെങ്കിലും എനിക്കത് കെട്ടാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ഇത് എൻ്റെ വീടല്ല, നിൻ്റെ വീടാണ്. ഈ വീട്ടിലൊരു ജപ്തി നോട്ടീസ് ഒട്ടിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ വന്ന് നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മേലെ നല്ല ഓർഡറാണ്. ഇല്ല, നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പോയി. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവർ ചുമരിൽ ഒട്ടിച്ചിട്ട് പോയ ആ നോട്ടീസ് താഴെ പറഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. ഞാനതെടുത്ത് അകത്ത് വെച്ചു. ഞാനല്ലാതെ മറ്റൊരാളും ആ ജപ്തി നോട്ടീസ് കണ്ടിരുന്നില്ല. എൻ്റെ അയൽവാസികളൊക്കെ കണ്ടെങ്കിൽ അവരെന്നെ കളിയാക്കും, നീ വലിയ ഭക്തിയല്ലേ, പ്രാർത്ഥനക്കാരിയല്ല, പിന്നെന്താ നിൻ്റെ വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ച് എന്നൊക്കെ അവർ ചോദിച്ച് കളിയാക്കും. പക്ഷേ അതിനൊന്നും എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചില്ല. ആരും കണ്ടിട്ടില്ല. 6 മാസം അവർ പറഞ്ഞു, 15 ദിവസത്തിനുള്ളിൽ പൈസ കെട്ടിയില്ല എങ്കിൽ, 10 ലക്ഷം രൂപ കെട്ടിയില്ല എങ്കിൽ വീടിന് ഞങ്ങൾ ലോക്ക് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ മാതാവ് ഇതിനൊരു വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന്. എന്നിട്ട് 6 മാസമായിട്ടും ജപ്തി ആരും വന്നില്ല. ഞാൻ സമാധാനത്തോടെ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഞാൻ ആ ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ കാശുരൂപം വെഞ്ചരിച്ച് തന്നു. പിന്നെ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് കൊണ്ടുപോയി പറമ്പിൽ സ്ഥാപിച്ചു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും വെതറി ഒരാൾ വന്ന്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് സ്ഥലം കച്ചവടമാക്കി. അയാൾ സെപ്റ്റംബർ 15-ാം തീയതി നമുക്ക് രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ വന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മോനോട് പറഞ്ഞു, എന്ത് ചെയ്യും മോനെ? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നമുക്ക് ലോട്ടറി പോലെ നടത്താം, ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം, ഒരു ടിക്കറ്റിന് 200 രൂപ പ്രകാരം. അങ്ങനെ പഞ്ചായത്തിലും തഹസിൽദാരുടെ അടുത്തൊക്കെ പോയി പെർമിഷൻ മേടിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് വർക്ക് നടന്നു. ടിക്കറ്റ് വിറ്റു. ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പെട്ടപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളും നടത്തി. മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ച് ലോട്ടറി വിറ്റ് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടി. 20 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ബാങ്കിലും പിന്നെ കടമായിട്ടും സ്വർണം പണയം വെച്ചിട്ടൊക്കെ ആയിട്ട് കടമുണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും മാറ്റി തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, വേറെ സമയക്കുറവ് മൂലം ഞാൻ അധികം നീട്ടുന്നില്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ അന്ത്യം വരെ ഇനി എൻ്റെ മാതാവിനും തിരുക്കുമാരനും വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ കർണാടകയിൽ നിന്ന് വന്നു. എൻ്റെ ഒരാഗ്രഹമായിരുന്നു റാലിക്ക് പോകാൻ, എനിക്ക് സാധിച്ചില്ല. 3 വർഷമായി ഞാൻ അടുപ്പിച്ച് റാലിയിൽ സംബന്ധിക്കുന്നവളായിരുന്നു. ഈ പ്രാവശ്യം ഒരു പേഷ്യൻറ്റിന് ഹെൽപ്പിന് നിന്നുകൊണ്ട് എനിക്ക് റാലിയിൽ സംബന്ധിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് തൊട്ട് മാതാവിനോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരണം, അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഈ അമ്മയുടെ തിരുനടയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം, ഈ പ്രത്യക്ഷീകരണത്തിൽ പങ്കുചേരാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇന്നിവിടെ ലാൻഡ് ചെയ്തു. നാളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം മാത്രമേ ഞാൻ കർണാടകയിലേക്ക് തിരിച്ചു പോവുള്ളൂ. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരത്തിലൊരു മന്ദബുദ്ധി ഉള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അച്ഛൻ പറയാറുണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞങ്ങൾ ആ സ്കൂളിൽ ഞാനിവിടെ ഞാൻ ഒരു പ്രാവശ്യം അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാതെ തടസ്സങ്ങൾ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ മാതാവേ, എന്നെ അമ്മയുടെ നടയിൽ എത്തിച്ചാൽ ഞാനിവിടെ വന്ന് എൻ്റെ ഇടവകയിലുള്ള മക്കളെ ഞാനിവിടെ കൊണ്ടുവന്നോളാം, അതിനമ്മയ്ക്ക് സാക്ഷിയാക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും പ്രകാരം ഞാനിവിടെ വന്ന് ഒരു രാത്രിയിൽ സ്വപ്നം കണ്ട അമ്മ
ഇവിടെ വന്ന് കണ്ട അമ്മേനെയാണ് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ അമ്മേനെയാണ് സ്വപ്നത്തിലൂടെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അതുപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. ഇടവകയിൽ നിന്നും അടുത്ത ഇടവകയിൽ നിന്നും ഒരുപാട് മക്കളെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഭവനം പണിയാത്തവർ ഭവനം പണിതു, മക്കളെ കെട്ടിച്ചയച്ചു, പിന്നെ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ സ്ഥലം വിറ്റു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അവരുടെ എല്ലാ നാമത്തിലും അമ്മ മാതാവ് അവർക്കെല്ലാം നേടിക്കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ആത്മീയമായി കുർബാന ഞങ്ങളുടെ അവിടെ ഇടവകയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ കുർബാനയുള്ളൂ. അച്ഛൻ 2 ഇടവകയിലും കൂടെ ഒരച്ഛനേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു കുർബാനയാണ്. പിന്നെ ഇടക്കുർബാന എന്തെങ്കിലും ആ സാഹചര്യത്താൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കുർബാനയും ഞായറാഴ്ച കുർബാന ഞാൻ മുടക്കാറില്ല. അതുപോലെ പ്രാർത്ഥനയും പിന്നെ സഹായങ്ങളാണെങ്കിലും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾ ആ ഡ്രസ്സാണെങ്കിലും ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു, പുതിയ ഡ്രസ്സായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അവരോട് നിങ്ങളത് കളയണ്ട, ഞാനത് കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനത് കഴുകി ഉണങ്ങി ഇസ്തിരിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, ഈ ഓഫീസിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു. അതുപോലെ ഞാൻ അവിടെയും ഒരുപാട് പേർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്തില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരോട് വാങ്ങിച്ച് അവരോട് പറയും, വെറുതെ കത്തിച്ച് കളയരുതേ, വേസ്റ്റ് ആക്കരുതേ, ഇത് അർഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ആ മക്കളിലൂടെ അമ്മേനെ അറിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങളതൊന്നും നശിപ്പിക്കരുതെന്ന് പറയും. അങ്ങനെ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. മന്ദബുദ്ധി സ്കൂളിൽ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്ന മക്കളും ഞങ്ങളെല്ലാവരും കൂടി അവിടെ സ്കൂളിൽ പോയി ആ മക്കളെ കാണുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു. അങ്ങനെ പിന്നെ ക്യാൻസർ രോഗികളുടെ പേഷ്യൻസിനെയൊക്കെ അന്വേഷിച്ച് അവരുടെ ഭവനത്തിൽ പോവുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങളാലാകുന്ന പിരിവെടുത്ത് അവർക്ക് സഹായിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത നന്മകൾ. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നീ ദിവസം ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്ക് 1000 പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെഫ്ന. ഞാൻ 15 വർഷമായിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. MSMI സന്യാസിനി സമൂഹത്തിലെ സഭാംഗമാണ്. കഴിഞ്ഞ 2022 സാധാരണ നടത്തുന്ന ഒരു ചെക്കപ്പിനായിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഗൈനക്കോളജിസ്റ്റ് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓവറിയിൽ ചെറിയ സിസ്റ്റ് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള ചെക്കപ്പിൽ ഓവറി 2ഉം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ ഒരു ലാപ്രോസ്കോപ്പി വഴി അത് നീക്കം ചെയ്യുവാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ഉച്ചവരെയും ജോലി കഴിഞ്ഞാണ് ഞാൻ തിങ്കളാഴ്ചത്തെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നത്. ഓപ്പറേഷനായിട്ട് അവർ 7 മണിക്ക് എന്നെ ഓപ്പറേഷനായിട്ട് കയറ്റി. അവർ പറഞ്ഞതനുസരിച്ച് 40 മിനിറ്റിന് ശേഷം കഴിയുമെന്നും ഓപ്പറേഷന് ശേഷം തിരികെ റൂമിലേക്ക് ഇൻറ്റൻസീവ് സെക്ഷനിലേക്ക് കൊണ്ടുവരുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഉച്ചയ്ക്ക് 12:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വേറെന്തോ സംഭവിച്ചിട്ടുണ്ടായെന്ന്. ഡോക്ടർ ഉടനെ വന്നു. ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അപ്പൻഡിക്സിൽ വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അത് അപ്പൻഡിക്സ് മുഴുവൻ പഴുത്ത് ഇരിക്കുകയായിരുന്നു. അത് അവർ ലാപ്രോസ്കോപ്പിയിലൂടെ റിമൂവ് ചെയ്തു. എന്നാൽ പെരിറ്റോണിയത്തിൽ ഒരു പച്ച കളർ പോലുള്ള ദ്രാവകം അവർ കണ്ടതായിട്ട് പറഞ്ഞു. അതവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ലെന്നും ബയോപ്സിക്കായിട്ട് എല്ലാ ഓപ്പറേഷൻ ചെയ്ത സിസ്റ്റുകളെല്ലാം അവർ അയക്കുകയും ചെയ്തു. 5 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. ബയോപ്സിയുടെ റിപ്പോർട്ടിൽ അപ്പൻഡിക്സിലെ ആ മുഴ ക്യാൻസർ ആയിരുന്നുവെന്ന് മനസ്സിലായി. ഇതിന് മുൻപ് ഈ ഓപ്പറേഷന് മുൻപാണ് ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെ കുറിച്ച് കേൾക്കുന്നത്. വളരെ
ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിരിക്കുമ്പോൾ അത്രയും നാളും കൊറോണക്കാരെ പേഷ്യൻറ്റിനെ നോക്കുകയും കൊറോണ പിടിച്ച ആളുകളുമായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരിക്കലും എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ഈ ആദ്യത്തെ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപ് എനിക്ക് കൊറോണ വന്നു. അതുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ നീട്ടിവെച്ചു. ഈ നീട്ടിവെച്ച സമയത്ത് ഞങ്ങളുടെ ഒരു സിസ്റ്റർ സാധാരണ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചു. സിസ്റ്റർ വിളിച്ച് ഫോൺ വെച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞ്. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വിളിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ ഫോൺ വെച്ചിട്ട് ചാപ്പലിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറയുക എന്നെന്ന്. അപ്പോൾ സിസ്റ്റർ എന്നോട് ആ കാര്യത്തെക്കുറിച്ച് ഈ ഓപ്പറേഷന് മുൻപ് എന്നോട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കൃപാസനം എന്ന ഒരു വെബ്സൈറ്റിൽ കയറി നോക്കണം, അവിടെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. മാതാവിൽ നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലും വേറെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒത്തിരിയേറെ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ഒന്നും ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ അത്രയും നാളും. എന്നാൽ ഈ സിസ്റ്റർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നോക്കി അത് കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓപ്പറേഷനായി പോകുന്നത്. ഓപ്പറേഷനായി ഞാൻ ചെന്ന ആ ആശുപത്രിയിലും ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പം ചാപ്പലിൽ കയറിയാലും എന്നോട് പറയുക, ആരോ എന്നോട് പറയുവാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറ എന്ന്. അപ്പോൾ എനിക്കെന്തോ കുറച്ചും കൂടി ഒരു വിശ്വാസമായി തന്നെ എല്ലാവരോടും ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പം ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ ഈ സമയത്ത് കേൾക്കാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞ് ഈ അപ്പൻഡിക്സ് ക്യാൻസറാണ് എന്ന് അറിഞ്ഞതിന് ശേഷം, അപ്പൻഡിക്സിലാണ് എന്നത് അവർ ഫിക്സ് ചെയ്തിട്ടില്ല, അവർക്കറിയത്തില്ല എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൻഡിക്സിൽ നിന്ന് എടുത്ത ആ ഭാഗത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നത് മാത്രമേ അന്നേരം അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോരാനായിട്ട് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. ഇവിടെ MBR കോഴിക്കോട് ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അച്ഛൻ്റെ പേര് ഫാദർ ബോബി എന്നാണ്, അച്ഛനിപ്പം മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, അച്ഛനും 4 വർഷമായിട്ട് 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. ജർമ്മനിയിൽ തന്നെ ചികിത്സിച്ച് അച്ഛൻ്റെ ക്യാൻസർ പൂർണ്ണമായും മാറിയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്രയും സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോയാൽ കാലാവസ്ഥയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് പ്രൊവിൻഷ്യലിനോടും ജനറലിൻ്റെയൊക്കെ തീരുമാനമനുസരിച്ച് ഞാൻ അവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾക്ക് അവിടെ തന്നെ പോയി. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 10 മിനിറ്റ് അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നല്ല ഒരു ഓങ്കോളജിസ്റ്റിനെയും അതുപോലെ തന്നെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ തെറാപ്പി, അതിന് പറയുന്നത് ഹൈപെക് തെറാപ്പി എന്നാണ്. അങ്ങനെയുള്ള തെറാപ്പിയുമുള്ള ഒരു ഹോസ്പിറ്റൽ അന്ന് അവിടെ കണ്ടുപിടിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ഇടപെടലാണതെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഓപ്പറേഷന് വേണ്ടിയുള്ള ഈ സമയങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം അത് ഓപ്പറേഷൻ്റെ ഈ സമയത്തുള്ള ടൈമുകളിൽ ഒത്തിരിയേറെ പേര് എന്നെ കാണാൻ വേണ്ടി വന്നു. എല്ലാവരും തന്നെ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ട്, ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ മാതാവ് തീർച്ചയായിട്ടും ഇടപെടുമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ നാത്തൂൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, എനിക്കൊരാങ്ങളേ ഉള്ളൂ. അവന് ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ നാത്തൂനോട് ഈ കാര്യം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ നീ കൃപാസനത്തിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നാത്തൂൻ എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞ അന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ചേച്ചി ഇവിടെ വന്ന് പെറ്റ് സ്കാൻ ചെയ്ത് ക്യാൻസർ ഇല്ല എന്ന് ബോധ്യമായാൽ ഞാൻ ചേച്ചീനെയും കൊണ്ട് അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അന്ന് തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരമ്മയും ഒരു കുഞ്ഞും കൂടി വന്നു. ആ അമ്മേനെയും കുഞ്ഞിനെയും ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതിന് മുൻപോ അതിന് ശേഷമോ അവർ വന്ന്
വെള്ളം കുടിച്ചു. കൃപാസനത്തിലെ ഒരു പത്രവും കൊടുത്തിട്ട് അവിടുന്ന് പോയി. അന്ന് മുതൽ എൻ്റെ ആങ്ങളെയും അമ്മയും ചാച്ചന് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കൃപാസനത്തിൽ. എന്നാലും ചാച്ചനും ആങ്ങളെയും എല്ലാവരും ഒന്നിച്ച് 5:30 എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടി പോകുന്നത്. 2022 നവംബർ 22-ാം തീയതി ആയിരുന്നു എൻ്റെ ഓപ്പൺ സർജറി നടക്കാനിരുന്നത്. അത് ഓപ്പൺ സർജറിക്ക് വേണ്ടി പോകുന്നതിന് ഒരു 2-3 ദിവസം മുൻപ് ഞാൻ ഓർത്തു, സാക്ഷ്യങ്ങളിലൊക്കെ എല്ലാവരും പറയുന്നതാണ് കൃപാസനത്തിലെ ഉപ്പ് അല്ലെങ്കിൽ തൈലം അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച വസ്തുക്കളൊക്കെ അവരുടെ കയ്യിൽ കാണുമായിരുന്നു. എന്നാൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാധ്യതകളുമില്ല അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞാനൊന്നും അറിയാത്ത ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. സിസ്റ്ററുമായിട്ട് എനിക്ക് ഒത്തിരി പരിചയമൊന്നുമില്ല. സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൃപാസനത്തിൽ നിന്ന് ഉപ്പും തേനും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇന്നെനിക്ക് കൊണ്ടുതരാൻ പറ്റില്ല, ആരെങ്കിലും വരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പോയി ഈ ഉപ്പും തേനും എടുത്തുകൊണ്ട് വന്നു. ഉപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാനന്ന് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ഓപ്പറേഷന് തൊട്ട് മുൻപ് ഞാൻ ഉപ്പ് എൻ്റെ കയ്യിൽ ഒരു 2 തരി ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഓപ്പറേഷന് മുൻപ് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ എൻ്റെ വയറ് തുറക്കുമ്പോൾ വയറ്റിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല, അവർ അത് അപ്പം തന്നെ പൂട്ടും, അതായത് അങ്ങനെ അവരെന്നെ പെട്ടെന്ന് ഇതാക്കും എന്നാണ് പറഞ്ഞത്. 6 മണിക്കൂർ ടൈമാണ് അവർ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 9.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞതനുസരിച്ച് 4 ദിവസം എനിക്ക് ഇൻറ്റൻസീവ് ICUവിൽ കിടക്കണമായിരുന്നു. പക്ഷേ ഞാൻ ഇൻറ്റൻസീവിൽ കണ്ണ് തുറന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. പക്ഷേ ഞാൻ കണ്ണ് തുറന്ന ഉടനെ തന്നെ അടുത്തുനിന്ന ഡോക്ടറിനോട് ചോദിച്ചു എന്നാണ് എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ വയറ്റിൽ ഞാൻ എന്തൊക്കെയാണ് എന്ത് വലിയൊരു അത്ഭുതമാണ് നടന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. എൻ്റെ വയറിൻ്റെ ചെറുകുടലിൻ്റെ ഒരു ഭാഗം അവർ കളഞ്ഞു. വൻകുടലിൻ്റെ ഒരു ഭാഗം, മുകളിലേക്ക് കയറുന്ന ആ ഫുൾ വൻകുടൽ, പിന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നൊക്കെ കിടക്കുന്ന ഒരു ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അവരെടുത്ത് കളഞ്ഞു. പിന്നെ യൂട്രസ്, ബ്ലാഡർ, അങ്ങനെ എല്ലാ ഒരുമാതിരി എല്ലാ വയറ്റിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസറിൻ്റെ സെൽസ് പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും ടൈം എടുത്തത് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷന് മുൻപ് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യവും പ്രാർത്ഥിച്ച ഒരു കാര്യവുമായിരുന്നു. നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ബോട്ടിൽ മാത്രം ഇടരുത്, ബാക്കി എന്തിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന്. ഞാൻ ആദ്യമേ തന്നെ അതാണ് നോക്കിയത്. അപ്പോൾ അതവിടെയുണ്ട്. അന്നേരം ഞാൻ ഓർത്തു, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചതാണ് കൃപാസന മാതാവിനോട്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക്, ഞാനത് വിശ്വസിച്ചതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസൊക്കെ തന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് ആ വിചാരിച്ച ആ സമയം മുതലുള്ള എൻ്റെ റിക്കവറി എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും എന്നെ ശുശ്രൂഷിച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. 4 ദിവസം ICUവിൽ കിടക്കണമെന്ന് പറഞ്ഞ ഞാൻ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ എണീറ്റ് അവിടെ ബെഡിൽ നിന്ന് എണീറ്റ് തന്നെ അടുത്ത ബെഡിലേക്ക് മാറി എന്നെ അവർ അവിടുന്ന് നോർമലായിട്ടുള്ള മുറിയിലേക്ക് ഇത് ചെയ്തു. പിന്നീട് എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എപ്പോഴും എല്ലാ ദിവസവും ഡോക്ടർ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് 7 മണി ആകുമ്പോൾ വന്ന് എന്നെ നോക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇത്രയും വലിയ ഒരത്ഭുതം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇത്രയും പെട്ടെന്ന് ഞാൻ റിക്കവറായി വരുന്നത്. 2-ാം ദിവസം തൊട്ട് ഞാൻ ചെറുതായി നടക്കാൻ തുടങ്ങി.
ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിൽ ശേഷം ഇത്രയും ശരീരത്തിലെ ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടും എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അതിൻ്റേതായിട്ട് വന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആദ്യ കാലങ്ങളുണ്ടായിരുന്നെങ്കിലും അതിൻ്റേതായ ഒരു കോംപ്ലിക്കേഷൻസും എനിക്കുണ്ടായിട്ടില്ല. അതിനുശേഷം ഡിസംബർ 23 അതായത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊട്ടും ഇഷ്ടമില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ബോട്ടിൽ അല്ലെങ്കിൽ ബാഗ് വീണ്ടും റിമൂവ് ചെയ്തു. സാധാരണ പോലെ തന്നെയായി. അതെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പേര് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള എല്ലാ മഠങ്ങളിലും ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി കുർബാന ചൊല്ലി. കുർബാനയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ അത്ഭുതവും മാധ്യസ്ഥവുമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് സഹായിച്ചത്. അതിനുശേഷം ഞാൻ കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തിരിച്ചു വന്നു. വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. ട്രെയിൻ ചെയ്യാൻ ഇവിടെ വന്നു, ഒരു പ്രശ്നവുമില്ലാതെ. പക്ഷേ അന്ന് എനിക്ക് ഒത്തിരി സമയം നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് സാക്ഷ്യം പറയാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതിലൂടെ എനിക്ക് ആധ്യാത്മികമായിട്ട് ഒത്തിരിയേറെ വളരാൻ സാധിച്ചു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും കൂടുതൽ. എൻ്റെ പേര് ശാലു എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമാണ്. ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി രൂപതാംഗമാണ്. കാഞ്ഞൂർ ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2025 മെയ് 7 വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറയാൻ തുടങ്ങുകയാണ്. കാരണം എനിക്ക് യാതൊരു യോഗ്യതയില്ലാത്ത ആളായിരുന്നു. എന്നെ മാതാവ് ഈ ആൾക്കാരെ നിർത്തി സാക്ഷ്യം പറയിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ എന്താ പറയുക, ഒരു വലിയ അനുഗ്രഹം എൻ്റെ പേരിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് 2022 ജനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു 6 months കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നോർമൽ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത പ്രഗ്നൻസി സ്റ്റേജ് ആയിരുന്നു എൻ്റേത്. യാതൊരു കുഴപ്പമില്ലാതെ 2023 മെയ് 21 എൻ്റെ മോൻ എനിക്ക് ഉണ്ടായി. മോൻ ഉണ്ടായിക്കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ വലിയ കുഴപ്പം ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലായിരുന്നു. നല്ല ഒരു ലൈഫായിരുന്നു അത്രയും നാൾ എനിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ആഫ്റ്റർ കെയർ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് കുഞ്ഞൊട്ടും ഉറങ്ങുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം എന്നൊക്കെ പറയുന്നത് ഡെലിവറി എല്ലാം കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പാലും കൊടുക്കാൻ അറിയത്തില്ല. ആദ്യത്തെ ഫസ്റ്റ് ടൈം പേരൻറ്റിങ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുഞ്ഞിനെ നോക്കി കുറേ നേരം ഇരിക്കും. അപ്പോൾ ഉറക്കം എന്താണെന്നൊന്നും ആ സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടയേർഡായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് തന്നെ തുടങ്ങിയത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞും ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞു തുടങ്ങി ഇവൻ ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, മോളെ അങ്ങനെയാണ്, കുഞ്ഞ് അങ്ങനെയാണ്, ഒരു 6 മാസം ഒരു വർഷമൊക്കെ എടുക്കും പിള്ളേരുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ അത് നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ. അപ്പോൾ അത് ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, അങ്ങനെയാണ് പിള്ളേരുടെ കാര്യം, അങ്ങനെയാണ്. എനിക്കും അറിയാതെ. അപ്പം ഞാനത് വിശ്വസിച്ചു, അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ ഒരു 6 months വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ 6 monthsലെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത, കാരണം കുട്ടി ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും കാര്യമാക്കുമോ? ആരും കാര്യമാക്കില്ല, അത് നോർമലല്ലേ. പക്ഷേ ഇവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇവൻ ഒട്ടുമേ ഉറങ്ങില്ല. അതായത് നമ്മളെടുത്ത് ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പിടിച്ചാലൊന്നുമല്ല, ഇങ്ങനെ കുലുക്കി കുറേ നേരം ഇങ്ങനെ കുലുക്കണം. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കൊച്ചിങ്ങനെ കിടന്നോളും. താഴെ വെച്ചാൽ കൊച്ചി കണ്ണും തുറന്നെഴുന്നേക്കും. പിന്നെ പകലാണെങ്കിൽ ഫുൾ ടൈം ഇവനെ എടുത്തോണ്ട് നടക്കണം. കൊച്ചിനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ടുണ്ട് ഇവനിങ്ങനെ ഇരിക്കുകയില്ല, കിടക്കുകയില്ല. കൊച്ചൊട്ടും കളിക്കലെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല കൊച്ചിന്. ഫിസിക്കലി എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നോർമൽ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നോർമൽ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് എല്ലാം നോർമൽ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സ്ലീപ്പിൻ്റെ പ്രശ്നം മാത്രമേ ഇവനുള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 5 minute പോലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ
അതോ ബെഡിൽ കിടത്തിയിട്ടുണ്ട് ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് പോലും നമുക്കൊന്ന് കണ്ണടച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് നമുക്കൊക്കെ അറിയാം ഓക്സിജൻ, അതുപോലെ വാട്ടർ, ഫുഡ്, ഇതൊക്കെ പ്രൈമറി നീഡ്സാണ്. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കമില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കും? അപ്പോൾ അത്രയും നാൾ ഉറക്കത്തിൻ്റെ ഒരു പ്രാധാന്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കൊച്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ നോർമലാണ്. അവൻ പിറ്റേ ദിവസം അവന് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുകയാണ്. താഴെ കിടക്കുകയില്ല, ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നടക്കണം. പകൽ മുഴുവൻ ഇങ്ങനെ കുലുക്കി ആട്ടി കൊണ്ട് നടക്കും. രാത്രിയിലും എഴുന്നേറ്റിരുന്ന് കളിക്കൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കണം. അപ്പോൾ ആ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ രണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി, 2 പേർക്കും ദേഷ്യം. കാരണം ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു. കാരണം ഇവന് ഉറങ്ങുന്നില്ല, നമുക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ഈവൻ നമ്മുടെ വീട്ടിൽ പ്രെയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. കുർബാന കാണാൻ പോയാൽ കുർബാന കാണിക്കുകയില്ല, പള്ളീൻ്റെ ഇതിലെ കൂടെയൊക്കെ ഇവനിങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കും, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ വലിയൊരു അവസ്ഥയായിരുന്നു 6 മാസം വരെ. 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞ് സോളിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ റെഡിയാകും, വയറക്കാൻ. ബ്രസ്റ്റ് ഫീഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും കൊച്ച് നോർമൽ ആയിക്കോളും എന്നെല്ലാവരും പറഞ്ഞു. ഇപ്പം നമ്മൾ ആരോട് പറഞ്ഞാലും ആരും അതൊരു കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഉറക്കത്തിൻ്റെ ഒരു ഇഷ്യൂ അല്ലേ. 6 മാസം കഴിഞ്ഞപ്പം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല, അതിലും ശക്തമായ രീതിയിൽ തന്നെ കൂടി വന്നു. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചെറിയൊരു ആശ്വാസം കിട്ടി. കാരണം അവരിങ്ങനെ നടന്നോളും, നമ്മൾ പിന്നാലെ നടന്നാൽ മതി, എടുക്കണ്ട. അത്രയും നാളിങ്ങനെ എടുക്കണമായിരുന്നു, കണ്ടിന്യൂസ് എടുക്കണമായിരുന്നു. രാത്രിയിലാണ് ഇരുന്ന് കളിക്കുകയില്ലല്ലോ, രാത്രിയിലും എടുക്കണം. അപ്പോൾ തൊട്ടിൽ മേടിച്ച് ഇതിനകത്ത് ആട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എപ്പോൾ ആട്ട് നിർത്തുന്നോ അപ്പോൾ കുഞ്ഞെഴുന്നേക്കും. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും കൊച്ച് റെസ്റ്റ് ഇങ്ങനെ കിടക്കൂല, അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ തമാശയായിട്ട് പറയുമായിരുന്നു, വല്ല ചെകുത്താന്മാരും ഇതിലേ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർ വരെയും പേടിച്ചോടുന്നു. കാരണം കൊച്ചും നിലവിളിക്കും, ഞാനും നിലവിളിക്കും രാത്രിയിൽ വലിയ ഒച്ചയിൽ. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, എൻ്റെ മാനസികമായി എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ നിലവിളിക്കും, കൊച്ചും കുറഞ്ഞ് നിലവിളിക്കും. അമ്മ ഹസ്ബൻഡിന് പിറ്റേ ദിവസം ജോലിക്ക് പോകണം, എങ്കിലും എനിക്ക് നോക്കിത്തരും, ഒരു 2 മണിക്കൂറൊക്കെ നോക്കിത്തരും. ആ 2 മണിക്കൂറാണ് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉറങ്ങണ ഒരു സമയം എന്ന് പറയുന്നത്. എന്നെ കഴിവിൻ്റെ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഡോക്ടറെ കാണിക്കാം. 1-1.5 വയസ്സായി, അത്രയും നാളും കൊണ്ട് കിടന്നു. അന്ന് ഇനി ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ച് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് നമുക്കൊക്കെ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്, നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. ആ ഹോർമോൺ കുറച്ച് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോർമോണല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ സമ്മതിച്ചു. അങ്ങനെ മെലറ്റോണിൻ സ്റ്റാർട്ട് ചെയ്തു, യാതൊരു മാറ്റം ഉണ്ടായില്ല. മെലറ്റോണിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് തന്നെ കണ്ടിട്ട് ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇവൻ ഇങ്ങനെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്തൊക്കെ ഒരാളിങ്ങനെ നിൽക്കും, അടുത്ത ആൾ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിക്കോണം. കൊച്ചൊരു വാക്ക് പറയാൻ സമ്മതിക്കില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കും, ഏത് നേരവും കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിരിവിരുത്തോണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർക്ക് ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഇവൻ്റെ ബ്രെയിൻ സ്റ്റഡി നമുക്ക് ചെയ്യാം, അതിനും കൊച്ച് ഉറങ്ങണം, ഉറങ്ങാതെ ബ്രെയിൻ സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഒരു ദിവസം അഡ്മിറ്റായി. EEG എന്ന് പറഞ്ഞൊരു ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൻ ഉറങ്ങണം, പക്ഷെ ഇവൻ ഉറങ്ങുന്നില്ല. അപ്പോൾ ഡോക്ടർ ഹൈ ഡോസിൽ സെഡേറ്റീവ് ഇവന് കൊടുത്തു. അങ്ങനെ ഹൈ ഡോസിൽ സെഡേറ്റീവ് കൊടുത്തിട്ട് പോലും ഈ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ വളരെ ഹൈ ഡോസിൽ പോയപ്പം കുറച്ചൊന്ന് ഉറങ്ങി കിട്ടി. ആ കുറച്ച് നേരത്തെ EEG സ്റ്റഡി ഞങ്ങൾ ചെയ്ത് ആ സ്റ്റഡിയൊക്കെ നോർമലായിരുന്നു. നോർമൽ ബ്രെയിൻ, നോർമൽ ഡെവലപ്മെൻറ്റ്, കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആർക്കാ കുഴപ്പം? കൊച്ചിനെ നോക്കുന്നത് നമ്മൾക്കാണ് കുഴപ്പം, കൊച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ, പക്ഷേ ഇവനിങ്ങനെ ഉറങ്ങാതിരുന്ന ഇവൻ്റെ ക്യാരക്ടേഴ്സ് കൂടുതലും വൾഗറാവും. കാരണം വെച്ചാൽ ഇവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കൂല, ഇവന് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഡെവലപ്മെൻ്റ് ഒക്കെ നോർമലായാലും ഇറിറ്റേറ്റഡ് ആണല്ലോ, ബേബി ഇങ്ങനെ കരഞ്ഞ് നടക്കുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങാത്തതുണ്ട്. അപ്പോൾ ഇവന് വേണ്ടി നമുക്ക് സെഡേറ്റീവ് കൊടുക്കാം എന്ന് പറഞ്ഞു. സാധാരണ അമ്മമാർക്ക് സെഡേറ്റീവ് കൊച്ചിന് കൊടുക്കാമെന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് വിഷമിക്കും. പക്ഷേ എനിക്കിങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല, കാരണം എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷത്തോടെ സെഡേറ്റീവ് ഒക്കെ മേടിച്ച് ഞാൻ വന്ന് സെഡേറ്റീവ് ഞാൻ കൊടുത്തു.
സ്റ്റാർട്ട് ചെയ്തു. വലിയ പ്രതീക്ഷയിൽ ഞാൻ അന്ന് രാത്രി കൊടുത്തു, പക്ഷെ ഉറങ്ങിയില്ല. പിറ്റേ ദിവസവും കൊടുത്തു, പിറ്റേ ദിവസം ഉറങ്ങിയില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, പിന്നെ ഡോക്ടറെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങണില്ല. അപ്പം പറഞ്ഞു കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക, ഡോസ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോസും കൂട്ടി കൊടുത്തു, എന്നിട്ടും കൊച്ചു ഉറങ്ങണില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേറെന്തോ തകരാറാണ്, ഇത് മെഡിക്കലി ഉള്ളതൊന്നും അല്ല എന്ന് എനിക്ക് ആ നിമിഷം ഞാൻ ഓർത്തു. അപ്പോഴാണ് ഞാൻ അത്രയും നാളത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കേവല വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അല്ലാതെ അതിൽ കവിഞ്ഞൊരു വലിയ വിശ്വാസമൊന്നും എനിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ. അപ്പം എനിക്കൊരിത് ഈശോനോടൊക്കെ ചോദിച്ച് വാങ്ങുന്നവർ, പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ, പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഈശോനോടായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. മാതാവിനോട് വലിയൊരു ഇതില്ല, പക്ഷേ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ മാതാവിലുള്ള വിശ്വാസം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ഈശോ ഈ മാതാവ് അമ്മയല്ലേ, അങ്ങനെ എന്തോ ഒരു വാക്ക് അമ്മേനോട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പോൾ മാതാവ് അമ്മയല്ലേ, മാതാവിനോട് നീ പറ എന്ന് എപ്പോഴും അമ്മ സംസാരിച്ചു വന്നു ഇങ്ങനെ പറഞ്ഞു. അതെനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയോ, ഈശോനെ വളർത്തിയത് മാതാവല്ലേ. അപ്പം മാതാവിനോട് ചോദിച്ചു എന്താ അതൊരു അമ്മയല്ലേ, ആർക്കും ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ല, അപ്പോൾ മാതാവിനോട് പറയാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ് വീട്ടിൽ തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ ആരാധന നൊവേനയൊക്കെ നടത്തിയെങ്കിലും കാര്യമായിട്ടൊരു മാറ്റം അന്നൊന്നും കണ്ടില്ല. ചില ദിവസങ്ങളിൽ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാറ്റം ആയിരുന്നില്ല. കുറച്ചൊക്കെ ഉറങ്ങി തുടങ്ങി, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കൃപാസനത്തിന് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി കൃപാസനത്തിൽ 2021 വന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് ഉടമ്പടി ജീവിതം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാനതോർത്ത് മനസ്തപിച്ചു. ഞാൻ അപ്പോൾ തിരിച്ചു വരാം, ഇവിടെ തന്നെ എന്തായാലും വരാമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്തായാലും ഇവിടെ തന്നെ വരണം, ഇതിൽ റെഡിയാവും എന്നെനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്നെ വെറുതെ നാണം കെടുത്തത് തന്നെ, കാരണം എനിക്ക് യോഗ്യതയൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ തോരാ എല്ലാവരോടും പറയുന്നുണ്ട് മാതാവിനെ പറ്റി. അപ്പോൾ എന്നെ നാണം കെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി. പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, 7-ാം തീയതിയാണ്, ഡിസംബർ 7-ന് വന്നത്. ആ ഡേറ്റ് തന്നെയായിരുന്നു. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ ചുറ്റിനും നോക്കിയപ്പോൾ ഇവിടെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നൊക്കെ വരുന്ന മണമാണെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറിപ്പോയി. ആ ഹോളിലിരുന്ന് ഞാൻ എഴുതുമ്പോൾ ഒക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ നോക്കി മുല്ലപ്പൂ ഉണ്ടോയെന്ന്, അവിടെ ഒരു മുല്ലപ്പൂവും ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് വിശ്വാസം, കാരണം ഞാൻ എഴുതുമ്പോഴൊക്കെ ആയിരുന്നു ഈ സ്മെല്ല് വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറേ കൂടെ എൻ്റെ വിശ്വാസം കൂടി. അങ്ങനെ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അന്ന് രാത്രി കൊച്ച് ഉറങ്ങിയേയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു പരീക്ഷണമാണ്, ഉറപ്പാണ്, ഇതെന്നെ മാതാവ് പരീക്ഷിക്കണതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് രാത്രി ഇവ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. പിറ്റേ രാത്രിയൊക്കെ അങ്ങനെ ഇവിടെ വന്ന് പോയിട്ട് ഒരാഴ്ച ഭയങ്കര ബഹളമായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി മാതാവ് ചെയ്യുന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ പാവപ്പെട്ട സ്റ്റുഡൻസിനൊക്കെ കൊടുത്ത്, അതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തിയായിട്ടുള്ളത്. കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചു കുഞ്ഞ് ഉറങ്ങുന്നു. ഒരു ദിവസം ഇവൻ ഉറങ്ങുന്നു. രാത്രി തൊട്ടീന്ന് എടുത്ത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കിടത്തും. അങ്ങനെ ഞാൻ ഫീഡ് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയാണ് ഞാനൊന്നിങ്ങനെ കിടക്കുന്നത്. തൈലം തേച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിൽ തൂത്ത് കൊടുത്ത് എല്ലാ ദിവസവും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഹസ്ബൻഡ് തൊട്ടീന്ന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് കിടത്തിയിട്ട് ഹസ്ബൻഡ് പോയി. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഇവൻ ഉറങ്ങുന്നു. അങ്ങനെ ഒരു 7:30 വരെയൊക്കെ ഇവൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ഉറങ്ങുന്നു. ഒരു 10:30 വരെ കുഞ്ഞ് ഉറങ്ങുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇത് മാതാവ് ചെയ്തു തന്ന. പക്ഷെ എന്നാലും എനിക്കൊരിത് ഒന്ന് നോക്കാം. പിറ്റേ ദിവസം കുഞ്ഞ് ഉറങ്ങണം, അതിൻ്റെ പിറ്റേ ദിവസം ഉറങ്ങണം. അങ്ങനെ ഉറങ്ങി വരുന്നു. അങ്ങനെ ഒരാഴ്ച ഉറങ്ങി, ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ഉറങ്ങി. എനിക്ക് എന്താ പറയുക, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് അത്രയ്ക്ക് ടയേർഡായിരുന്നു. ഇങ്ങനെ ഒടിഞ്ഞു തുപ്പുങ്ങിയായിരിക്കും നടക്കുന്നത്. കാരണം അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ്, അങ്ങനെ സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പം മാതാവിന് ഒരുപാട് നന്ദി പറയാണ്. ഉറപ്പായിട്ട്
അതാണ് എനിക്ക് ഈ മാതാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള മാതാവാണ്. നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവൃത്തികൾ ഒരുപാട് ചെയ്തു. ഞാൻ മരിച്ചവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പൈസ കൊടുത്തു, അവരുടെ പേരിൽ വിശുദ്ധ കുർബാന കഴിപ്പിച്ചു. പിന്നെ ചെയ്തത് പാവപ്പെട്ട സ്റ്റുഡൻസിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗി സന്ദർശനം എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്. കുഞ്ഞിന് അലർജിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അലർജിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവന് നമുക്ക് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റ്, എഗ്ഗ്, പീനട്ട്, സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സ് ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ ദേഹത്തിങ്ങനെ റാഷസ് ആയിട്ട് വരികയും കുഞ്ഞ് കുറച്ചുകൂടി ആക്ടിവിറ്റി കൂടുന്നതായിട്ട് നമുക്ക് തോന്നി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ യാതൊരു സാധനങ്ങളും കുഞ്ഞിന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ തൈലം തൊട്ട് ഞാൻ അവൻ്റെ നാക്കിലും വെച്ച് കൊടുക്കുമായിരുന്നു. നാക്കിലും നെറ്റിലും ഞാൻ തൂത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവന് യാതൊരു അലർജിയുടെ പ്രശ്നവുമില്ല. ഞാൻ എല്ലാ ഫുഡും അവന് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫുഡും അവൻ നന്നായി കഴിക്കണമുണ്ട്, നന്നായിട്ട് ഉറങ്ങണമുണ്ട്. അപ്പോൾ ഈ ഉടമ്പടി വഴി ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം. വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നന്മ ആണ് ദൈവം അളക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആത്മാർത്ഥതയും, അതായത് ഞാൻ കുറേ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ക്ഷമിക്കാൻ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. എന്നെ കളിയാക്കി ഒരു കുറ്റം പറഞ്ഞവൻ, അങ്ങനെ കുറേ ആൾക്കാരോട് എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാതാവിനോട് കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞ് അങ്ങനെ സോൾവ് ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും. ഇത് മൂന്നാണ് ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇപ്പം എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു ജീവിതം തന്ന് എനിക്ക് മാതാവ് നല്ലൊരു ഹസ്ബൻഡിനെയും കുഞ്ഞിനെയൊക്കെ തന്ന് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. എല്ലാ തരത്തിലും മാതാവ്. സെബിൻ, ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 27-നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് 2020 ഫെബ്രുവരി കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അന്നു മുതൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലും പങ്കെടുത്ത് കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം ആണ് ഞാൻ ആദ്യമായി പറയുന്നത്. 2021 ജൂലൈ മാസത്തിൽ നടന്ന, എനിക്ക് 7 വർഷമായി ഉണ്ടായിരുന്ന മൂക്കിന് ഇൻഫെക്ഷൻ അടിച്ച് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പക്ഷേ മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടിയുടെ കോവിഡിൻ്റെ സമയമായിരുന്നത് കൊണ്ട് എനിക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഉടമ്പടി ആരാധനയിലും ആണ് പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, അച്ഛൻ ഇന്ന് സന്ദേശം പറയുമ്പോൾ ഇന്ന് എൻ്റെ സന്ദേശം കൂടെ പറയണം എന്ന്. അതുപോലെ തന്നെ അച്ഛൻ ആദ്യം ഒരു സന്ദേശം പറഞ്ഞു. അടുത്തത് ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ മൂക്കിന് പ്രശ്നമുള്ളവരുടെ കാര്യം വേണം അച്ഛൻ പറയാൻ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മൂക്കിലൂടെ വെള്ളം വരുന്ന തലസംബന്ധമായത് സൈനസൈറ്റിസ് രോഗമായിട്ട് ഉള്ളവരുടെ രോഗമാണ് അച്ഛൻ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ കോരിത്തിരിച്ചു. ഞാൻ അപ്പോൾ തന്നെ വിശ്വസിച്ചു എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന്. പിറ്റേ ദിവസം ഞാനിങ്ങനെ എൻ്റെ മൂക്കിൽ മുഖം കഴുകാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി. ഞാൻ പോലും അറിയാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ പ്രശ്നം ഇത് പൂർണ്ണമായിട്ടും 5 വർഷമായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. വികാരൻ ഈശോയ്ക്ക് ഞാൻ 1000 സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അടുത്തത് ഞാൻ 2022 ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞ് എനിക്ക് 24 വർഷമായി ഉണ്ടായിരുന്ന എൻ്റെ ഷോൾഡർ പെയിന് ഒരുപാട് 10-13 ഡോക്ടേഴ്സിനെ ഞാൻ അലോപ്പതി, ഹോമിയോ, ആയുർവേദം ഇങ്ങനെ മാറി കാണിച്ചുകൊണ്ടിരുന്നു. ഒന്നിനും എനിക്ക് പ്രതിവിധി കിട്ടിയില്ല. ഒരു ഡോക്ടറാണ് എന്നോട് പറഞ്ഞു, ഇത് ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല എന്നാണ് പറഞ്ഞത്. 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം നോർമലാണ്, പക്ഷേ ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിർത്തി. ഞാൻ പിന്നെ 2018-19 വർഷത്തോളം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതി എൻ്റെ ഷോൾഡർ പെയിൻ്റെ കാര്യം. രാവിലെയും വൈകുന്നേരവും ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ അച്ഛൻ ഇവിടെ എപ്പോഴും പറയും, വിശേഷവതിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പോയി ആഴ്ചയിൽ 1 ദിവസം എന്നുള്ളത് 2 ദിവസം പോയി. ഞാൻ എൻ്റെ കൈക്ക് വേദനയായിരുന്നെങ്കിലും ഞാൻ പോയി 3 വൃദ്ധരെ എങ്കിലും ഞാൻ പോയി കുളിപ്പിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക്
അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ പറയാണ്, ഷോൾഡർ പെയിൻ ഉള്ളവർ, ഓരോ രോഗങ്ങളുള്ളവരുടെയും കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 2 ദിവസം ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുവാണ്, ഈ ഉടമ്പടി സാക്ഷി എഴുതി കൊടുക്കുന്നതും പരിശുദ്ധ അമ്മ, ഈ കൃപാസന അമ്മ തന്നെ പറയുവാണ്, നീ ഇതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 2023-ലും 2024-ലും ഈ 2025-ലും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഒരിടത്തും ഇരിക്കാതെ പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് ഈ ദൈവപിതാവിന്ന് വാങ്ങി തന്ന എൻ്റെ ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ മോന് കിട്ടിയ, എൻ്റെ മോൻ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ബിടെക്കിന് ചേരുമായിരുന്നു, ലാറ്റൻട്രി വഴി ബിടെക്കിന് ചേരുമായിരുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അവന് 3rd സെം തൊട്ട് അവന് എക്സാം വരുന്നു കഴിഞ്ഞപ്പം പൂർണ്ണമായി എഴുതാനും മറന്നു പോകുന്നു, ബുദ്ധിമുട്ടാകുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ അമ്മ ഉടമ്പടിയിൽ എഴുതി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം, നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി ഉപ്പും തേനും ഒക്കെ നീ ഉപയോഗിച്ച് നീയും പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എല്ലാ ദിവസവും, എന്നിട്ട് നീ പഠിക്കാനും പരീക്ഷയ്ക്കുമൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ 5ാമത്തെ സെം വരെ അവന് സപ്ലി കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 6ഉം 7ഉം 8ഉം ഇതിലെല്ലാം നല്ല മാർക്കോടുകൂടി തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും അവന് നല്ല വിജയം നേടി കൊടുത്ത് വീട്ടിലേക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ അവന് കിട്ടിയ ജോലിയുടെ കാര്യമാണ് അടുത്ത് ഞാൻ പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് ലാസ്റ്റ് പ്ലേസ്മെൻറ്റ് വരുമായിരുന്നു. അന്നേരം പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അവന് ഇച്ചിരി പ്രായം കൂടി പോയി, അതുപോലെ സപ്ലി വന്നു. അതുകൊണ്ട് അവന് മിക്ക കമ്പനിയിലെയും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഒരു കമ്പനിക്ക് മാത്രം അവന് കൊടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ജൂൺ മാസം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ മോൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പഠിച്ച മേഖലയിൽ തന്നെ അവന് ഒരു ജോലി കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എഴുതിയിട്ട് 6ാം ദിവസമായപ്പോഴത്തേന് അവനെ ഒരു ചെന്നൈയിൽ നിന്നൊരു ഇൻ്റർവ്യൂ എന്നെ വിളിക്കുവാണ്. അവനെ പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും എല്ലാം കൊടുത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയതും ഞാൻ കൊടുത്താണ് വിട്ടുവീഴ്ചത്. പോകുമ്പോൾ മോനെ ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം മോൻ ഇത് കയറി പോകാൻ. അവൻ ചെന്നൈ ചെല്ലുമ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ എടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സഹോദരിയോടും പറഞ്ഞു, മോനെ പറഞ്ഞു വിടുമ്പം മോനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവന് കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ച് വേണം വിടാനെന്ന്. അന്നേരം ചേച്ചി ഞാൻ ആ കാര്യം ഏറ്റു, ചേച്ചി അത് പറയണ്ട, എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് എല്ലാം ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയും എന്ന് അറിയിച്ചേക്കാമെന്ന് പറഞ്ഞു. 1 കഴിഞ്ഞു, 2 ആഴ്ചയായി. മോന് ടെൻഷനായി തുടങ്ങി. അമ്മയെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ധൈര്യമായിട്ടിരിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതല്ലേ, അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നോളും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു വചനം ഇതാണ്, പുറപ്പാട് 14:14, താവ് യുദ്ധം ചെയ്തോളും, നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ മതി എന്നുള്ള വാക്യം ഞാൻ മോന് പറഞ്ഞു കൊടുത്തു. നീ ധൈര്യമായിട്ടിരിക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാനും മോനും കൂടെ ഇവിടെ ജൂലൈ 1 ഇവിടെ വന്ന് ഉപവാസം എടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് സാക്ഷ്യം കുറേ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കും എൻ്റെ മോനുമായിട്ട് ഇവിടെ കയറി വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും അനുഗ്രഹിക്കണമേ. എൻ്റെ മോൻ്റെ വിശ്വാസം പോലെ അവൻ 5ാം ക്ലാസ് മുതൽ അവൻ ഗോൾട്രയിലും വിശുദ്ധ കുർബാന ഒന്നുപോലും കളയാതെ അവൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നവനാണ്. അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേ, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് എൻ്റെ മോന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടണം ജോലിയെക്കുറിച്ചുള്ള എന്നും പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഇടർന്ന് പോയി. വീട്ടിൽ ചെന്നു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു, ഉടമ്പടി പ്രാർത്ഥന തൈലം വെച്ചപ്പോൾ ഞാൻ എല്ലാവരെയും പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് സാധാരണ പോലെ അവൻ മൊബൈൽ എടുത്തപ്പം കാണുന്നത് അവൻ സെലക്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് മെയിൽ വന്നിരിക്കുവാണ്. അവന് അവിടെ 28 ഞാൻ 30 ദിവസത്തിനുള്ളെന്ന് പറഞ്ഞത് അമ്മ 28 ദിവസത്തിനുള്ളിൽ തന്നെ 28ാം ദിവസം അവന് അമ്മ ജോലിക്കുള്ള മെയിൽ വന്നു. അതുപോലെ ഓഗസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ ജോലി കയറണമെന്നോടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അത് 59ാം ദിവസം എൻ്റെ മോൻ ജോലിയിൽ ഓഗസ്റ്റ് 4-ാം തീയതി എൻ്റെ മോൻ ജോലിയിൽ ചെന്നൈയിൽ
അവൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി അവന് കിട്ടി. ഈശോയും അമ്മയെ അനുഗ്രഹിച്ചു. ദേവതാവിൽ നിന്ന് നീ വാങ്ങിത്തന്ന ഈ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. അവനിവിടെ പോകുന്നതിന് മുമ്പേ ഇവിടെ വന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പാണേലും ഇൻ്റർവ്യൂവിന് മുമ്പാണേലും എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും പോകുകയുള്ളായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രവും ഉപ്പും തേനും എല്ലാം കാശിരവും വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളികളിലും അതുപോലെ വീടുകളിലും അതുപോലെ യുവജനങ്ങൾക്കാണ് ഞാൻ കാശിരവും കൂടുതലായിട്ട് കൊടുത്ത് അവരോടും പള്ളി പോകണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വൃദ്ധസദനത്തിൽ ആഴ്ചയിൽ 2 ദിവസം പോയി കുളിപ്പിക്കാനായിട്ടും എല്ലാം അവിടെ വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ വസ്ത്രമായിട്ട് ഞാനും മോനും കൂടെ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ പല പ്രാവശ്യം സ്വപ്നം കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് സെബിൻ. അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റാത്ത, എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ അമ്മ പറഞ്ഞു കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഫേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതായത് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ആ പെർഫോമൻസ് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് റിസൾട്ട് വരണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഗ്രേസും കൂടെ വേണമെന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ ഒരു ബോധ്യം വന്നു. അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എൻ്റെ തന്നുവിടും. എന്നിട്ട് ഞാൻ തിരിച്ച് അത് കഴിയുമ്പോൾ അമ്മയുടെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് പോകുന്ന സമയത്താണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വേറെ അതിൻ്റെ ഫീഡ്ബാക്കായിട്ടോ ഒരാഴ്ചക്കകം റിസൾട്ട് പറയുമെന്ന് പറഞ്ഞു, ഒന്നും വന്നില്ല. അപ്പം പിന്നെ ടെൻഷനായി, എന്താണ് അടുത്ത ഫേസ് എന്താണ്, അതായത് റിസൾട്ട് വരുന്നില്ല. റിസൾട്ട് യെസ് ഓർ നോ അറിയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ബാക്കി അടുത്തതിനെ അറ്റൻഡ് ചെയ്യാം. പക്ഷേ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതിന് വെയിറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ ഒന്നും ഒരു 2 ആഴ്ച 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടും റിപ്ലൈ ഒന്നും വരാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനും അമ്മയും കൂടെ ഒന്നുകൂടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോയി. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞായിരുന്നു ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരണം, യെസ് ഓർ നോ. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മെയിൽ വരുന്നത് ഇങ്ങനെ സെലക്ട് ആയെന്നുള്ള കാര്യം. അപ്പം ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാര്യം നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല, പക്ഷേ ദൈവത്തിൻ്റെ ഗ്രേസും കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞ സമയത്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തിടന്നാണ് നമുക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻസും കാര്യങ്ങളും വരുന്നത്. നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ അറിയാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു കാര്യങ്ങളിൽ മാത്രമല്ല പല മേഖലകളിലും നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം മാതാവ് വഴി ഈശോ